അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങള്? പിന്നെ ഇന്ന് ഞാൻ പ്രോപ്പറായിട്ട് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് റോഷാസിന്റെ മുസ്താഷ്. പിന്നെ എനക്കതിനെ പറ്റി ഇത് EDP ആണ്, EDT അല്ല. പ്രത്യേകം ശ്രദ്ധിക്കണമെങ്കിൽ ഇതിന്റെ EDT ഉണ്ട്. അപ്പോൾ ഇത് EDP ഇങ്ങനെയാണ് ബോക്സും കാര്യങ്ങളും അവിടെ കണ്ടില്ല. പിന്നെ ഇതിനെ കുറിച്ചിട്ട് ആളുകൾ റിവ്യൂ ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അപ്പോൾ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അതൊരു ഇനീഷ്യൽ ഇംപ്രഷൻ പോലെയാണ് അത് വരിക. കാരണം ഇത് ഒരു പുതിയ പെർഫ്യൂം ഉണ്ട്. ഇപ്പൊ അത് 5 മാസമായി. ഞാനൊരു പ്രോപ്പർ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പോഷറി പെർഫ്യൂമിനായിട്ട് ആയിട്ട് അതിനെ കുറിച്ചിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഒരു ഡിലേ വന്നത്. ഇൻഷാ അള്ളാ. റോഷാസ് മുസ്റ്റാച്ച് EDP ഇത് YSL ടെക്സീഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമിനായിട്ട് 95% സിമിലർ. ഞാൻ YSL ടെക്സീഡോ സ്നിഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഓപ്പണിങ്ങും മിഡിൽ നോട്ടൊക്കെ ആയിട്ട് ഇത് നന്നായിട്ട് സിമിലർ ആണ്. 95 1-to-1 മാപ്പിംഗ് തന്നെ തോന്നി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പെർഫ്യൂമിനായിട്ട്. അത് YSLന്റെ പ്രൈവറ്റ് ലൈനിൽ നിൽക്കുന്ന ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടില്ല. നമ്മുടെ നാട്ടിൽ 25,000-30,000 അടുത്ത് വില ഉണ്ട് അതിന്റെ 100 ml ബോട്ടിലിനൊക്കെ, ഇഫ് ഐ എം നോട്ട് റോങ്. ഇത് അതിന്റെ ഫ്രാക്ഷൻ ഓഫ് പ്രൈസിൽ വന്നിട്ടുള്ള ആ ഒരു ലക്ഷറി ഫീല് തരുന്ന ഒരു പെർഫ്യൂം. ഓക്കെ, ഇത് 125 ml ഉണ്ട്. ഇതിപ്പോ കറന്റ് യൂസ് ചെയ്യുന്നതിന്റെ അനിയനാണ്. അവൻ ആദ്യം യൂസ് ചെയ്ത് തരുന്നത് ലത്താഫയുടെ ബദി അൽവുദ്, ആ കറുപ്പ് ബോട്ടിലില്ലേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ അത് 125 ml ഉണ്ട്, ഇത് ഉപയോഗിച്ചു, അത് തീർത്തോന്ന് പറഞ്ഞിട്ട് അവന് കൊടുത്തു. അപ്പോൾ ഞാൻ ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇതിന് ഭയങ്കര കോംപ്ലിമെന്റും കമന്റ്സ് ഒന്നും തന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതിന്റെ കറക്റ്റ് ഓഡിയൻസിൽ പെട്ട് കഴിഞ്ഞാൽ ആളുകൾ നോട്ടീസ് ചെയ്യും എന്നുള്ളൊരു ഇത്. കാരണം ഹൈ ക്ലാസ് സ്മെല്ലാണ്, ലക്ഷറി സ്മെല്ലാണ്, അങ്ങനത്തെ ഒരു അടിപൊളി ഫ്രാഗ്രൻസ്. ഇത് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ കാര്യങ്ങൾ. ഇതൊന്ന് ആദ്യം അപ്ലൈ ചെയ്യട്ടെ. നമുക്ക് ഇനൊഫെൻസീവ് ആയിട്ട് നന്നായിട്ട് അടിക്കാട്ടോ. 125 ml ഉണ്ട്, ടെൻഷനില്ല. ആൽക്കഹോളിന്റെ അതൊന്നും വിടുന്നതിന്റെ അതൊന്നും കഴിയട്ടെ. നമുക്ക് അപ്പം ഫ്രാഗ്രൻസ് ഇതിൽ നോട്ട് ചെയ്യാൻ പറഞ്ഞുതരാം. ഇതിന്റെ ടോപ്പ് നോട്ടിൽ പിങ്ക് പെപ്പർ, മാൻഡറിൻ ഓറഞ്ച്, മിഡിൽ നോട്ടിൽ അറ്റ്ലസ്, സിഡാർ, ബൾഗേറിയൻ റോസ്, ബെൻസോയിൻ, ബേസ് നോട്ടിൽ ബെൻസോയിൻ, വനില, പശുലി. കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് സാധനങ്ങളുള്ളൂ. പക്ഷെ ഇതിന്റെ ഓപ്പണിംഗിൽ എങ്ങനെ വെച്ചാൽ ഓപ്പണിംഗ് സ്പെഷ്യൽ ആണ് കേട്ടോ. ഫ്രഷ്നെസ് ഉണ്ട്, സ്വീറ്റ്നെസ് ഉണ്ട്, വാനിലയുടെ സ്വീറ്റ്നെസ് ഉണ്ട്. ബേസ് ലൈനിൽ കൂടെ പെട്ടെന്ന് കിട്ടൂല, അടി കൂടെ കുറച്ച് സ്പൈസിനെസ്സും പോകുന്നുണ്ട്. ഇത് ഫസ്റ്റ് സ്മെൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ കൂടി വരിക ഇത് കുറച്ച് ജനറിക് ആണല്ലോ എന്നാണ് ആദ്യത്തെ ഒരു മിനിറ്റ്. പക്ഷെ അത് നിങ്ങൾ ഡിസാറ്റിസ്ഫൈഡ് ആവാനോ അല്ലെങ്കിൽ ഡിസപ്പോയിന്റഡ് ആവാനോ വരട്ടെ, ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ബോഡിയിലൊന്ന് സെറ്റിൽ ആവാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ വാനില, അത് വാനില എന്നുള്ള സ്ട്രേറ്റ് ഫോർവേഡ് വാനില അല്ല, സ്പൈസിനെസ് കയറിയിട്ടില്ല ആ വാനിലയുടെ സ്നിഫ് കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ തന്നെ സ്നിഫ് കിട്ടാണ്ട് നമ്മുടെ വേറെ ആരെയും ഒക്കെ അടിച്ചിട്ട് ഓക്കെ ഇതിന്റെ സ്മെല്ല് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുക, ഓ ദിസ് വാസ് സംതിങ് യുണീക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ള പെർഫ്യൂം. ആദ്യത്തെ ഇത് കിട്ടിയ ഒരാഴ്ചയൊക്കെ തന്നെ ഞാൻ വിചാരിച്ചു എന്താണ് ഇപ്പൊ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ഞാനിത് എൻ്റെ ഇങ്ങനെ ഇരുന്നു, കുറച്ചിൻ്റെ അടുത്ത് ഗ്രോ ആവാൻ തുടങ്ങി. ഞാൻ അനിയനൊക്കെ കൊടുത്തടാ ഇത് അടിപൊളിയായി അടിച്ചു പൊളിച്ച് അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൻ അവിടെ അടിക്കുമ്പോൾ എനിക്ക് ഇന്റെ റൂമിൽ നിന്ന് ഇതിന്റെ ഫീല് കിട്ടാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഫീല് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എയർ ഫ്രഷ്നർ, അങ്ങനല്ല, ആ ഒരു ഫീല് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ചില സമയത്തൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു എയർ ഫ്രഷ്നർ പോലെ സോഫയിലൊക്കെ അത് അടിക്കും. ഒരു ദിവസം ഞാൻ ഇത് അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി, പിന്നെ തിരിച്ചു വന്ന് കയറുമ്പോൾ ഓർമ്മയില്ല അത് അടിച്ചത്. തിരിച്ചു വന്ന് കയറുമ്പോൾ വാ ലക്ഷറി ഞാൻ തന്നെ, എന്തോ ഒരു ഹൈ ക്ലാസ് സ്മെല്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞു പോയിട്ടില്ല, എനിക്ക് തന്നെ ഫീൽ ആയിട്ടുള്ള ഒരു പെർഫ്യൂം. പിന്നെ മനസ്സിലായത് ഞാൻ ഇത് സോഫയിൽ അടിച്ച് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഇത് നമ്മുടെ നാട്ടിൽ ക്ലൈമറ്റിൽ പ്രൊജക്റ്റും ചെയ്യുന്നുണ്ട്. ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-7 മണിക്കൂറിൽ പെർഫ്യൂം തീർന്നു പോകുന്നുണ്ട്. പക്ഷെ ഈ ഉള്ള 7 മണിക്കൂറും പെർഫ്യൂം ഉണ്ട്, എക്സിസ്റ്റഡ് ആണ്, അത്യാവശ്യം നന്നായിട്ട് ഡോമിനൻസ് കിട്ടുന്ന ഒരു പെർഫ്യൂമാണ്. ഞാൻ ഇത് കൂടുതലും വൈകുന്നേരം, പകലടിക്കാട്ടോ പ്രശ്നങ്ങളൊന്നുമില്ല, രാവിലെ രാത്രി പകലൊക്കെ അടിക്കാം. പക്ഷെ വൈകുന്നേരം അടിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ ആയിരിക്കും. കാരണം ഈ സെൻ പ്രൊഫൈല് കുറച്ചും കൂടി വൈകുന്നേരങ്ങളിൽ ആളുകളെ മീറ്റും, പാർട്ടി പെർഫ്യൂം അല്ല, ഇതെന്നെങ്കിൽ ഫോർമൽ ലൊക്കേഷനൊക്കെ വരുമ്പോൾ ആളുകളെ മീറ്റ് ചെയ്യുക, പെട്ടെന്നൊരു ചായ കുടിക്കാൻ പോവുക, പെട്ടെന്ന് വൈകുന്നേരങ്ങൾക്ക് നമ്മളൊരു ഔട്ടിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ അടിച്ചു പൊളിച്ച് അടിക്കാൻ പറ്റിയ ഒരു പെർഫ്യൂം. നമുക്ക് നന്നായിട്ട് അടിക്കാട്ടോ, കാരണം ഇത് ഇനോഫെൻസീവ് ആണ്, നാച്ചുറൽ ഫീൽ ചെയ്യും. കാരണം ഒരു മൂക്കിൽ കുത്തി കയറിയ അതൊന്നുമില്ല, അടിച്ചു പൊളിച്ചത് അടിക്കുമ്പോൾ തന്നെ ടെൻഷനില്ലാണ്ട് അങ്ങനെ 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 അടിക്കും ഞാനിത്. അപ്പോൾ ഇത് ഇങ്ങനെ തൊട്ട് തടവിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഇത് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്ന പെർഫ്യൂമാണ്. പക്ഷെ then ഇത് കുറച്ചും കൂടി ലാർജ് ക്വാണ്ടിറ്റിയിൽ ഒരു 10 അടി 15 അടി അടിക്കണത്, എന്നാലാണ് അതൊന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ആക്കുള്ളൂ.
അങ്ങനെ അടിച്ചു വെച്ചിട്ട് അപ്പുറത്ത് എടുത്തിരിക്കുന്ന ആളെ അല്ലെങ്കിൽ ഒരു കാറിൽ പോകുമ്പോൾ എടുത്തിരിക്കുന്ന ആളൊന്നും ബുദ്ധിമുട്ടാക്കില്ല. കാരണം ഫുള്ള് നാച്ചുറലി ആയിട്ട് മെയ്ഡ് ആക്കിയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടുതൽ അടിക്കാനും പറ്റുന്നത്. ഇപ്പൊ ആ സ്വീറ്റ്നെസ് ഇല്ല, ആ ഫ്രഷ്നെസ് ചെറുങ്ങനെ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ ചെറുങ്ങനെ ആ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോ വാനിലയുടെ ഒപ്പം സ്പൈസിനെസ്, അറ്റ്ലസ് സിഡാർമോ അങ്ങനെ എന്താ പേര് പറഞ്ഞാൽ തന്നെ തോന്നുന്നുണ്ട്. സ്പൈസിനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. നല്ല രസമുള്ള ലക്ഷറിനെസ് നമ്മൾ ഹൈ ക്ലാസ് ആളുകളിലൊക്കെ നമുക്ക് ഫീൽ ആക്കാൻ പറ്റുന്ന ഒരു തരം സ്മെല്ല്. പെട്ടെന്ന് റീച്ചബിൾ അല്ലാത്ത ഒരു സ്മെല്ലായിട്ട് തോന്നും നമുക്കിത്. നമുക്ക് ഫ്രഷ്നെസ് അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും അത് ഫ്രഷ് ആണെന്നുള്ള മൈൻഡിൽ പെർഫ്യൂം അറിയുന്ന ആൾക്ക് മനസ്സിലാവും അത് ഫ്രഷ്നെസ് ആണെന്നുള്ളത്. പക്ഷെ ഇത് സംതിങ് യുണീക്ക്, പെട്ടെന്ന് റീച്ചബിൾ അല്ലാത്ത പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ഒരാളുകൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു പെർഫ്യൂം. നല്ലൊരു പെർഫ്യൂമാണ്. നമുക്ക് സ്പെഷ്യൽ ഒക്കേഷനൊക്കെ അടിക്കാൻ പറ്റിയ ഒരു ഒരു വൺ ടൈം, അതായത് ആളുകൾക്ക് സ്പെഷ്യൽ ഒക്കേഷൻ നമ്മുടെ കയ്യിൽ നല്ലൊരു പെർഫ്യൂം ഉണ്ട്. ഐ മീൻ നമ്മൾ ഡെയിലി വെയറിനായിട്ട് അടിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് സ്പെഷ്യൽ ഒക്കേഷൻ അടിക്കാം. ഡെയിലി വെയർ ആയിട്ട് അടിക്കുക, പക്ഷേ ഈ പെർഫ്യൂമിന്റെ സെന്റ് പ്രൊഫൈൽ ഡെയിലി വെയർ അടിച്ചിട്ട് നമ്മൾ വില കുറയ്ക്കരുത്. സ്പെഷ്യൽ ഒക്കേഷൻ അടിക്കാൻ പറ്റിയ ഒരു സെന്റ് പ്രൊഫൈലാണത്. ഇതിന്റെ വില വെച്ച് ഇത് കമ്പയർ ചെയ്യാൻ പാടില്ല സത്യം പറയുന്നത്. ഇതിന്റെ ഈ സെന്റ് പ്രൊഫൈലിന്റെ വൈസൽ ടെക്സിലോ പറഞ്ഞിട്ടുള്ള 10,000 രൂപയുടെ പെർഫ്യൂമാണ്. ആ ഒരു സെന്റ് പ്രൊഫൈലിനായിട്ട് സിമിലർ ആയിട്ട് തന്നെ അതിന്റെ ഒറിജിനലോടൊപ്പം നിൽക്കുന്ന ഒരു പെർഫ്യൂം. ഇതിന്റെ സെന്റ് പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ വില 4,000 3,500 റുപ്യൊക്കെ എടുത്തിട്ട് നമ്മുടെ നാട്ടിൽ വില ഉണ്ട് തോന്നുന്നു. പക്ഷെ ടോട്ടലി വെർത്താണ്. എങ്ങനെയുള്ള ആൾക്ക് ബ്ലൈൻഡ് ബൈങ് വാങ്ങിക്കരുത്. പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, കുറച്ച് പെർഫ്യൂംസ് യൂസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇതിന്റെ നോട്ട്സിന്റെ ടേസ്റ്റ്, അതായത് ഇതിൽ പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള പെർഫ്യൂമാണിത്. ബിഗിനർ ആയിട്ടുള്ള ഈ പെർഫ്യൂം കണ്ടിട്ട് നിങ്ങൾ വാങ്ങിക്കരുത്. നിങ്ങൾ ബിഗിനർമാർക്ക് അപ്പുറത്ത് ഞാൻ ഐക്കോണിക്കും അൺടോൾഡും അതേപോലെ ഉദൻ റോസസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കുറച്ചും കൂടി വ്യത്യസ്തത തേടി നടക്കുന്ന ആളുകൾക്ക് ഓക്കെ, നിങ്ങൾക്ക് കോംപ്ലിമെന്റ് കിട്ടൂല, പക്ഷെ നിങ്ങളായിട്ട് തിരിച്ചറിയും. ഓക്കെ, കോംപ്ലിമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പെർഫ്യൂം ആയിരിക്കും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെയാണ്. പക്ഷെ ഇതിന് ഡെപ്തും ഇതിന് കുറച്ചുള്ളിലേക്ക് ഒരു സ്പൈസിനെസ്സും വയനാടൊക്കെ ഒക്കെ ഡിഫറൻസ് ആയതുകൊണ്ട് നിങ്ങളായിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കി പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. ഓക്കെ, അങ്ങനെ ഒരു സിഗ്നേച്ചർ സെന്റ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു അടിപൊളി പെർഫ്യൂം. ഇൻഷാല്ലാ ഇത് ലാസ്റ്റിംഗ് പ്രൊജക്ഷനൊക്കെ ഉണ്ട്. വാങ്ങിക്കണം താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കുക. ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡന്റിക്കൽ അല്ലെങ്കിൽ ജനറിക് വൈബായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നിങ്ങൾ സ്റ്റിഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫ്യൂമിൽ യൂണീക്നെസ്സും ഡിഫറൻസും ഒക്കെ മനസ്സിലാവും. ഇൻഷാല്ലാ. എന്നാൽ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.